മറിയുന്നില്ലെന്ന് പറയുന്നത് ഭാഷ്യം ശരിയല്ല. ഉണർന്നിരിക്കുന്ന ദേവൻ ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ വാക്കാണ്. വിനോയ് പല കളികളും കണ്ടിട്ടുണ്ട്, പലയിടത്തും പോയി. പക്ഷെങ്കിൽ ഈ കളി വേറെ തീക്കളിയാണെന്ന് നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മഹാശക്തിയെ കുറിച്ച് അപവാദങ്ങൾ പറയുവാൻ പാടില്ല. ഇവിടെ മാത്രമാണ് ഞാൻ തോറ്റേക്കുന്നത്. ഗീത ചേച്ചി നല്ലൊരു വീട്ടമ്മയായിരുന്നു. മക്കളെയൊക്കെ നോക്കി, ഭർത്താവിനെയൊക്കെ നോക്കി സന്തോഷകരമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. വയസ്സ് 30 എത്തി. 30ാമത്തെ വയസ്സിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം അവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ആരും ഞെട്ടിപ്പോകുന്ന, ഗീത ചേച്ചി പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. എന്താണെന്നല്ലേ? കളി നേരിട്ട് കണ്ടോ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. നമുക്കിനി ഗീത ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് പോകാം. ഓം ശക്തി, ഓം ശക്തി. ശരിക്കും പറഞ്ഞാല് ഇവിടെ കാഴ്ചകള് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് വരെ നമ്മൾ കണ്ട ആളെയല്ല മൊത്തം മാറി. ഗീത എന്ന് പറയുന്ന വീട്ടമ്മയായിരുന്നു. പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞ യോഗി ശരീരത്തിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് കണ്ട. ഭീകരൂപിണിയായി. ഇത് ഒരുപാട് ചെക്ക് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. അത്രയും ഇതാണ്. എൻ്റെ ദേഹത്തേക്ക് പരിശോധിച്ചപ്പോൾ നെഗറ്റീവ് എന്ന് വെച്ച് നമുക്ക് കാണാൻ പറ്റി. മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തി. ഇതാണ് ശരിക്കും പറഞ്ഞാല് അമ്മയുടെ 30 കോടി ദേവന്മാർക്ക് ഗുരുവായിരിക്കുന്ന മഹായോഗീശ്വര ചക്രവർത്തി എന്ന മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തി, മഹായോഗീശ്വര ചക്രവർത്തി. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. മഹത്തായ മഹാ യോഗീശ്വര ക്ഷേത്രം എന്ന മഹത്തായ സത്യത്തെ ലോകത്തിലേക്ക് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി മഹായോഗീശ്വര ചക്രവർത്തി എന്ന മഹാബ്രഹ്മാണ്ഡ ശക്തി കേരളത്തിലെ മഹായോഗീശ്വര ക്ഷേത്രം എന്ന മഹാബ്രഹ്മാണ്ഡ ശക്തി. ഇത് തമ്മിൽ തൊടാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു വലയൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ഭസ്മം കൊണ്ട് വലയം തീർത്തേക്കാണ്. അങ്ങോട്ട് തൊടാൻ ഒക്കത്തില്ല. ഇത് സംഭവിച്ച് സാധാരണ ദൈവങ്ങളെയൊക്കെ നമുക്ക് തൊടാൻ പറ്റും, തൊടാൻ ഒക്കത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കത്തി എരിയുന്ന ആ ചൂട് അനുഭവപ്പെടും. അത്രയും തീവ്രതയാണ് ഇവിടെ. ഓം ശക്തി, മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തി. വന്ന കാര്യം ഒന്നും അറിയുന്നതേ ഇല്ല. വേറെ ഏതോ ലോകത്തിലേക്ക് അമ്മയുടെ ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നത് ഭാഷ്യം ശരിയല്ല. ഉണർന്നിരിക്കുന്ന ദേവൻ ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ വാക്കാണ്. സമസ്ത ലോകത്തെയും ഈ ദൃഷ്ടി കൊണ്ട് കണ്ടു മനസ്സിലാക്കുന്ന മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തി അബോധാവസ്ഥയിൽ ഇരിക്കുന്ന മഹാശക്തിയല്ല. തെളിഞ്ഞുണർന്നിരിക്കുന്ന, കണ്ണും ചെവിയും തുറന്നിരിക്കുന്ന, രാവും പകലും അറിയാതെ ലോകത്തിന്റെ നന്മയ്ക്കായി 30 കോടി ദേവന്മാർക്ക് ശക്തിയെ പകർന്നു കൊടുത്തുകൊണ്ട് മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തി എന്ന മഹത്തായ മഹായോഗീശ്വര ചക്രവർത്തി എന്ന മഹത്തായ ശക്തിയാണ് ഞാൻ. ചക്രവർത്തിയുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടായിരുന്നു. ഓം ശക്തി. കൈയൊക്കെ നല്ല വീശി എങ്ങനെയാണോ ചക്രവർത്തി ഇരിക്കുന്നത് ആ രൂപത്തിലാണ് ഇരിക്കുന്നത്. മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തിയേ നമഃ. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ ഭഗവാൻ ശരീരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തീവ്രതയായിരിക്കും സംസാരത്തിലൊക്കെ. കൈയൊക്കെ വീശി പഴയ നമ്മുടെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞുകൊള്ളുക, ഇത് മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തിയാണിത്. 30 കോടി ദേവന്മാർക്ക് ഗുരുവായിരിക്കുന്ന മഹായോഗീശ്വര ചക്രവർത്തി എന്ന മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തിയാണിത്. സ്വാമി, സ്വാമിജി അല്ല, സ്വാമി അല്ലെങ്കിൽ മഹായോഗീശ്വര ചക്രവർത്തി എന്ന നാമകരണം. നിന്റെ പേര് വിളിച്ചാൽ മാത്രമേ നീ വിളി കേൾക്കൂ, അല്ലേ? അപ്പോൾ എന്റെ ശക്തിയുടെ എന്റെ പേരിനെ വിളിക്കണം. മഹത്തായ മഹാസ്വാമി. ഓം ശക്തി, ശക്തി, ശക്തി. ഇത്രയും നേരം കണ്ടത് യോഗീശ്വര സ്വാമി ശരീരത്തിൽ വന്നപ്പോൾ അവസ്ഥയായിരുന്നു. അപ്പൊ കണ്ണിന്റെ ഒക്കെ രൂപം കണ്ടായിരുന്നു. മുഖമൊക്കെ ഭയങ്കരമായിട്ട് രൗദ്രഭാവം, ഒരുപാട് ഭാവങ്ങൾ മിന്നി പറയുന്ന ഒരു മുഖമായിട്ട് മാറിക്കഴിഞ്ഞു. കണ്ണൊക്കെ ഏതോ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞു. കൃഷ്ണമണിയൊക്കെ എപ്പോഴും വന്നപ്പോൾ മുതലേ മുകളിലോട്ടാ. ഞാൻ ഒരു കാര്യം പറയും, ക്യാമറ ഒരു കാര്യം പറയട്ടെ. ഞാൻ വന്നപ്പോൾ പൊന്നോ എനിക്ക് പേടിയാവും. അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. കരുതുന്നത് വന്നപ്പോൾ തന്നെ എന്നിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ക്യാമറമാൻ അതായത് പോസിറ്റീവാണ്.
പക്ഷെ അങ്ങനെ സ്വാമി പറഞ്ഞില്ലായിരുന്നോ? പോസിറ്റീവ് മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ചെയ്തു പോയ കർമ്മത്തിലോ പ്രവൃത്തിയിലോ ശത്രുഭാഗങ്ങളിലോ ദോഷമുണ്ടോ എന്നാണ് ഞാൻ ഭഗവാനോട് ചോദിച്ചത്. പക്ഷേ ഉണ്ട്, ഭസ്മം തൊട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വാമി കണ്ടെത്തിയിരിക്കുക. എങ്ങനെ ദോഷം? അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് നിൽക്കുന്ന ദോഷം എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തി തരും ഇപ്പോൾ. അതുണ്ട് ദോഷം, ഇതുണ്ട് ദോഷം എന്ന് പറയുന്നത് മഹായോഗീശ്വരന്റെ ഭാവങ്ങളിൽ ഒന്നേ അല്ല. ഏകദേശം 9-10 വർഷക്കാലം എന്ന് നീ കൂട്ടിക്കോ. അതിലങ്ങ് മുമ്പോട്ട് പോകുന്നതല്ലാതെ പുറകോട്ട് വരില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ പറയുന്ന കാലയളവിൽ ഇങ്ങോട്ട് ചിന്തിക്കുക, പുറമോട്ട് ചിന്തിക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങോട്ട് മുമ്പോട്ട് നീ വന്നിരിക്കുന്ന പാത, പുറകിലുള്ള പാതയും വന്നു നിന്നതും ഈ പറയുന്ന കാലയളവിൽ നീ മുമ്പോട്ട് വന്നിരിക്കുന്നതുമായ അവസ്ഥ നിനക്കൊരു വഴിത്തിരിവ് വന്നിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നീ സഞ്ചരിച്ചു വന്നുകൊണ്ടിരുന്ന വഴി 10 വർഷം അല്ലെങ്കിൽ 9 വർഷത്തിന് മുമ്പ് വരെ നീ കണ്ട പ്ലാനുകളല്ല. നീ എന്തും കൊണ്ട് നടന്നാലും, നീ ഏതെന്ന് നീ ഭൂലോകത്തോട് വിളിച്ചു പറഞ്ഞാലും, നിനക്ക് യാതൊന്നുമില്ല എന്ന് നീ ഈ സഭയിൽ പറഞ്ഞാലും, ഈ മഹായോഗീശ്വര ചക്രവർത്തി എന്ന മഹാശക്തി പറയും നിനക്ക് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലുണ്ടോ? അതിനെ അതിജീവിച്ചു കൊണ്ട് തന്നെയാണ്, അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നീ പോരാടിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് നീ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ നിന്നിൽ നിലനിൽക്കുന്നത്. സ്വാമി, ഞാൻ ഒരൊറ്റ എനിക്കൊരു ഗ്യാപ്പ് തരാൻ പറ്റുമോ? ഞാൻ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് പറയട്ടെ. സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഗീത എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മ. അമ്മ കുടുംബമൊക്കെ നോക്കി സ്വസ്ഥമായിട്ട് ജീവിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് 30ാമത്തെ വയസ്സിലാണ് അമ്മയുടെ ശരീരത്തിലേക്ക് യോഗീശ്വരൻ കയറിയത്, അല്ലെങ്കിൽ സ്വാമിയായിട്ട് മാറിയത്. അതിനുശേഷം ഈ ഭീകര പ്രവർത്തനങ്ങളാണ് ഈ സ്വാമി ചെയ്യുന്നത്. കണ്ടില്ല? സ്വാമിയായിട്ട് മാറി എന്ന് പറയരുത്. ശരീരത്തെ ഭഗവാൻ ഉപയോഗിക്കുന്നു. ഞാൻ ഒരിക്കലും സ്വാമിയല്ല. മനസ്സിലാകുന്നുണ്ടോ? അത് ഭഗവാൻ ശരീരത്തിൽ നിൽക്കുമ്പോൾ വിളിക്കാം. മാറുമ്പോൾ എന്നെ ചേച്ചിയെന്നോ അമ്മയെന്നോ ആന്റിയെന്നോ ചിരി വന്നു. ഇപ്പൊ സാധാരണ ചില സമയം കാരണം ഭഗവാൻ പുറമോട്ട് മാറി പോയിട്ടില്ല. അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഭഗവാനാണ് മറുപടി പറയണ്ടെങ്കിൽ ഭഗവാൻ തന്നെ പറയും. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് പറയുന്നത് ഒരു പുച്ഛത്തിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇത് യഥാർത്ഥ അനുഗ്രഹത്തിന്റെ രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എനർജിക്ക് കയറാം ഇറങ്ങാം. അത് നമ്മുടെ ശരീരത്തെ ഭഗവാൻ യോഗ്യമാക്കി നിർത്തിയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അല്ല, അത് നമുക്ക് ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ നിൽക്കുവാണ്. പക്ഷെ എന്ന് വിചാരിച്ചും കൊണ്ട് ഇപ്പൊ ആരുമില്ല, ശാന്തമായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ ഭഗവാൻ സ്വയം അടങ്ങി നമ്മളിലങ്ങ് നിൽക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയത്തില്ല. ആ കാരണം വരുമ്പോൾ ഭഗവാൻ ഇതുപോലെ നമ്മളിൽ വന്നിട്ട് ആ കാര്യം നമ്മളുടെ അടുത്ത് പറയും. അത് വിളക്കുന്നത് നിങ്ങളുടെ കൂടെ, നിങ്ങളിലുള്ള അശുദ്ധിയും നിങ്ങളുടെ കൂടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് വരത്തില്ല, എന്റെ അടുത്തോട്ട് വരത്തില്ല. ഞാൻ അവിടെ അല്ലേ ഇരിക്കുന്നത്. എന്നെ ഭഗവാൻ സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ ഇപ്പൊ മാറി നിൽക്കുന്നത് എന്റെ ചരിത്രം അറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ മനുഷ്യ വ്യക്തിയായിട്ടിരിക്കുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് നോർമൽ ആകുന്ന സമയം ഭഗവാൻ ശകലം തരും. കാരണം ഭഗവാൻ ഇങ്ങനെ നിന്നാൽ ഞാൻ ചത്തു പോകത്തില്ല. കാരണം എനിക്ക് നിൽക്കണ്ടേ, ഈ ഒരു എനർജി താങ്ങാൻ പറ്റത്തില്ല ഫുൾ ടൈമില്. ചൂടായിരിക്കും അല്ലേ ശരീരം മുഴുവൻ? ഇല്ലേ, അങ്ങനൊന്നും ഇല്ല. അല്ല, നേരെ തൊടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ തൊടാൻ പാടില്ലെന്ന് എനർജി നിങ്ങൾക്ക് തൊടാൻ അനുവാദമുണ്ട്. ശ്രീകോവിലിനകത്തിരിക്കുന്ന വിഗ്രഹത്തെ പോയി തൊടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ യോഗ്യമാക്കി നിർത്തിയിരിക്കുക. മനസ്സിലായി. ദേഷ്യം വരും പെട്ടെന്ന് അല്ലേ സ്വാമിക്ക്? അല്ല, അങ്ങനെ ദേഷ്യം വരുന്നല്ല. ഭഗവാൻ പിന്നെ എന്തോ എപ്പോഴും ചിരിച്ചിങ്ങനെ മയക്കുന്ന സ്വഭാവം നല്ല. ഭഗവാൻ എപ്പോഴും കർക്കശ സ്വഭാവമുള്ളതാ. വല്ലപ്പോഴും ഒക്കെ ചിരിക്കണ്ട. ഞാൻ വന്നപ്പോ അതിപ്പോ ഭഗവാന്റെ ഒരു എനർജി നമ്മൾ നിൽക്കുമ്പോ നമുക്ക് കോമാളി തമാശ രീതി അങ്ങനെയുള്ളതൊന്നും വരത്തില്ല. ഗൗരവമായ മുഖഭാവമായിരിക്കും. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കണം വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ വാഗോട്ടിയും മൂക്ക് അനക്കി ഒന്നും ചെയ്യുമല്ല. മനസ്സിലാകുന്നുണ്ടോ? എന്റെ കണ്ണിന്റെയും മുഖത്തിന്റെയും ഫേസിന്റെ വ്യത്യാസം നിങ്ങൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ വരുന്നുണ്ട്, കയറുന്നുണ്ട്, ആ കണ്ണിന് വ്യത്യാസം വരുന്നുണ്ട്. ഇത് സാധാരണയായിട്ട് നമുക്കൊരു പ്രിപ്പറേഷൻ വേണം. കറക്റ്റ് ആയിട്ട് ഇത് കയറുന്ന കേട്ടോ, ഒരു നിശ്ചിത ദൈർഘ്യമുള്ള സമയത്ത് കയറുന്നുണ്ട്. അങ്ങനെയല്ല, ആവശ്യം വരുമ്പോൾ കയറും. എന്ന് വെച്ചാൽ നിങ്ങളോടൊരു മറുപടി, നിങ്ങൾ ചോദിക്കുന്നത് ചോദ്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിന് ഉത്തരം തരാൻ മനുഷ്യ വ്യക്തികൾക്ക് സാധിക്കുകയില്ല. നിന്നെ നീ എന്ന് വിളിക്കണമെങ്കിൽ ഭയങ്കര ശരിക്കും പറഞ്ഞാല് ഈ സ്വാമിയുടെ
മനസ്സിലാകുന്നുണ്ട്. ഓരോ വാക്കുകൾ പറയുമ്പോഴും ഞാൻ നോർമലാകുന്നത് ഇവളെ നോർമലാക്കി നിന്റെ മുമ്പിൽ കാണിച്ചു തന്നതിന് ശേഷം മാത്രമേ നിന്നെ ഇതിനു വെളിയിലേക്ക് ഞാൻ കടത്തിവിടുകയുള്ളൂ. ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് പുറലോകം അറിയാൻ സ്വാമി ആഗ്രഹിച്ചില്ല? ഇപ്പൊ മാത്രമാണല്ലോ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ആഗ്രഹിച്ചത്. അല്ല, ക്യാമറയ്ക്ക് മുമ്പിൽ ഞാൻ വിളിച്ചു വരുത്തി പറഞ്ഞതല്ലല്ലോ. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ വരാനുള്ള സമയവും ഇപ്പൊ സമയമായല്ലോ. കറക്റ്റ് ആയിട്ടുള്ള സമയം. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ. എന്താ, നിങ്ങൾ എന്റെ ശരീരത്തിൽ നിൽക്കുന്ന കാണുന്നു, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കും, മറ്റൊരാൾ വിശ്വസിക്കാതിരിക്കും. ഭയങ്കരമായിട്ട് കണ്ണുകളിലേക്ക് ഒരു പേടി തോന്നുന്നുണ്ട്. അത് ഭഗവാന്റെ ഉഗ്രരൂപം ആർക്കും അഭിമുഖീകരിക്കാൻ. കാക്കാത്തിയമ്മയായിട്ടും വരത്തില്ലേ? കാക്കാത്തിയമ്മ വരും. കാക്കാത്തിയമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് ആ ഒരു രീതി അറിയണമെങ്കിൽ ബിനോയ് പല കളികളും കണ്ടിട്ടുണ്ട്, പലയിടത്തും പോയി. പക്ഷെങ്കിൽ ഈ കളി വേറെ തീക്കളിയാണെന്ന് നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ മഹാശക്തിയെ കുറിച്ച് അപവാദങ്ങൾ പറയുവാൻ പാടില്ല. ഇവിടെ മാത്രമാണ് ഞാൻ തോറ്റേക്കുന്നത്. ശക്തി കണ്ടോ, എന്റെ കണ്ടോ, ഈ കണ്ണ് താഴോട്ട് വെത്തില്ല, കണ്ടോ? എനിക്ക് ചെവിട് കാണത്തില്ല, മൊബൈല് കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം അയ്യോ എന്ന് പറയരുത്, കളിയാക്കുന്ന സൗണ്ട് അത് ഓരോ ദേശത്തെ ഭാഷകളായിരിക്കാം അത്. പക്ഷെ എങ്കിലും ഈ കൃഷ്ണമണി ഇങ്ങനെ നോക്കുമ്പം കണ്ടോ നിൽക്കുന്ന കൃഷ്ണമണി നോക്ക്. നമ്മുടെ തലയിൽ ഭാരമിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, അതുപോലാണ് കൃഷ്ണമണി ഇരിക്കുന്നത്. എന്റെ സംശയം ചോദിക്കും, ഈ ഭഗവാൻ ശരീരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലേക്ക് വരുമോ? അപകടങ്ങളാവാം, ഒരു വ്യക്തിയുടെ കാര്യങ്ങളാവാം, എന്തെങ്കിലും സംഭവം മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിൽ അറിയാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തിൽ എന്തു മാറ്റം സംഭവിക്കാനിരിക്കുന്നുണ്ടെങ്കിലും അത് മുൻകൂട്ടി ഭഗവാന്മാരാണ് അറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു നോർമൽ മനുഷ്യൻ ചോദിക്കുമോ, ഇപ്പൊ അമ്മ താമസിക്കുക അല്ലെങ്കിൽ സ്വാമി താമസിക്കുന്ന ടൗണിൽ നടക്കുകയാണ്, ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ടൗൺ ആയതുകൊണ്ട്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി അറിയാനുള്ള ഒരു അനുഗ്രഹം ഭഗവാനുണ്ടോ? മുൻകൂട്ടി അറിയാം. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദേശത്ത് ആത്മഹത്യ നടന്നു എന്ന് നമ്മളെ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കും. പക്ഷെ നമുക്കത് പേടിയാണ്. കാരണം ഞങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് ഇതൊരു അങ്ങനെ കൊടുക്കണ്ട. എന്നെ അല്ലല്ലോ അറിയേണ്ടുന്നത്. അല്ല, അതിന് കാര്യമുണ്ട്. ഭഗവാൻ അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തോണ്ടിരുന്നാൽ അത് ഭഗവാൻ അശരീരിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് എന്റെ ശരീരത്തിൽ വന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഭഗവാനേക്കാളിലും കൂടുതൽ ആരെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ആരെ ആരാധിക്കും? എന്നെ ആരാധിക്കും. രണ്ടാം സ്ഥാനമാകും അവിടെ ദേവന്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ദേവനാണ് ഒന്നാം സ്ഥാനം വേണ്ടുന്നത്. എനിക്കും എങ്ങനെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നുള്ളൊരു ഭയം ഉണ്ട്. അങ്ങനല്ല, അല്ലല്ല, നിങ്ങൾ സംശയമല്ല. കാരണം നമ്മളൊരു മനുഷ്യ വ്യക്തിയാണ്. നമ്മൾ മാനുഷികമായി അങ്ങനെ പേടിയല്ല. മനുഷ്യനൊരു ദൗർബല്യങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യനെല്ലാം തികഞ്ഞവരല്ല ഒരിക്കലും. കുറവുകൾ എല്ലാവർക്കും ഉണ്ട്. ഈ ഭഗവാൻ നിൽക്കുമ്പോൾ എനിക്ക് കുറവുകളില്ല. പക്ഷെ ഭഗവാൻ മാറുമ്പോൾ ഞാൻ നിങ്ങളെ പോലെ നോർമലാണ്. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് എൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. ഇവിടുന്ന് പോവുകയാണ്. കാക്കാത്തി അമ്മയുടെ അനുഗ്രഹം കൂടെ നേടിയിട്ട് പോവുക, അല്ലെങ്കിൽ നാഗദൈവത്തിൻ്റെ കൂടെ അനുഗ്രഹം ഞങ്ങൾക്ക് തരുക. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുകയാണ്. ഞാൻ ഒന്ന് ഭഗവാനെ ഇച്ചിരി ഭസ്മവും വെള്ളം കഴിച്ചോട്ടെ. കാരണം ഇത്ര നേരം വന്നതിൻ്റെ ഒന്ന് ക്ഷീണം അല്ലേ? അത് ഭഗവാൻ മാറ്റിയതിൻ്റെ അല്ല, ഭഗവാൻ അപ്പം നിന്നതിൻ്റെ ഒരു എനർജി ഇപ്പം നിങ്ങളുടെ അടുത്ത് ചിലവഴിച്ചതിൻ്റെ ഒരു എനർജി എൻ്റെ ബോഡിയിൽ കൂടെ ഭഗവാൻ നിലനിർത്തണം. അപ്പം ഇപ്പം ഭസ്മവും ജലവും ഭഗവാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം അല്ലാതെ ഭഗവാൻ വെക്കുന്നത് അത് ഭഗവാന്റെ ഇഷ്ട നിവേദ്യം ഭസ്മവും ജലവും. മനസ്സിലാകത്തില്ലേ? അതാണ് ഇത് ഭസ്മവും വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കാണുക. നമ്മളൊക്കെ മഹായോഗീശ്വരന്റെ ഇഷ്ട നിവേദ്യം ഭസ്മവും ജലം. ദേവന്മാരുടെ എല്ലാം ഇഷ്ട നിവേദ്യം ഭസ്മവും ജലവുമാണ്. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. ഇത്രയും ഭസ്മം കഴിക്കുന്നത് സത്യം ഇത് ഞാൻ കാണിട്ട് കാണും. അപ്പൊ അത് ശരിക്കും ദൈവികത ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ? ഓം ശക്തി. ഭസ്മം നല്ല ചൂട് ഭസ്മം കഴിക്കുകയാണ്, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു അത്ഭുതം. കാരണം എന്ന് പറഞ്ഞാൽ ആ ഭസ്മവും വെള്ളവും കുടിക്കുമ്പോൾ തന്നെ വിശപ്പ് പോകുന്ന പറയുന്നത്. കുടിച്ചിറക്കി കേട്ടോ, നന്നായിട്ട് ദാഹിച്ചു. കാര്യം ഞങ്ങൾ വന്നപ്പോൾ മുതലേ അയ്യോ എൻ്റെ ദൈവം, അത് രാത്രി ഭയന്നു പോയത്. അത് ഞാൻ വിചാരിച്ച്
മഹത്തായ മഹാബ്രഹ്മാണ്ഡ ശക്തി എന്ന മഹാശക്തിയുടെ കളികൾ മഹാക്ഷേത്രം തുറന്നു കഴിയുമ്പോൾ ഈ മഹാശക്തി തന്നെ നിന്നെ അവിടേക്ക് വിളിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ക്ഷേത്രത്തിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓം ശക്തി, ഓം ശക്തി, എന്തായാലും ഓം ശക്തി, മേടിച്ചല്ലോ. ഓം ശക്തി. അപ്പൊ എന്തായാലും നമ്മുടെ സ്വാമി പഴയ ഒരു നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. ഭയങ്കരമാണ്, ഭയങ്കര കുടഞ്ഞ് മനുഷ്യ പഴയ ഗീത ചേച്ചിട്ടിൽ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉഗ്രഭാവത്തിലേക്ക് വരുമ്പോൾ ഗീത എന്ന് പറയരുത്. മഹത്തായ മഹാശക്തിയുടെ ഉഗ്രരൂപത്തെ അല്ല നീ കണ്ടുകൊണ്ടിരുന്നത്, നിന്നോട് മറുപടി പറയുന്നതിനുള്ള ക്ഷമയോട് കൂടിയ എനർജിയെയാണ് നീ കണ്ടിരിക്കുന്നത്. ഓ ഓം ശക്തി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സ്വാമി. ഇപ്പം ഞങ്ങൾക്ക് അനുഗ്രഹം തരുക, പോവാ. ഓക്കെ. നെല്ല് നെല്ല് നെല്ല്. ഭഗവാന്റെ അടുത്തുനിന്ന് അങ്ങനെയൊന്നും ഇറങ്ങിപ്പോവാൻ പറ്റത്തില്ല. അവിടെ നെല്ല്. ഇതിനകത്ത് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുന്നതിന് ഭഗവാൻ കവാടം തുറന്ന് തരണം. ഇപ്പൊ എന്തായാലും നമ്മളൊരു മായിക ലോകത്തിലായിരുന്നു കുറച്ച് നേരമായിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇനി അനുവാദം തരണം, ഞങ്ങൾക്ക് പുറത്ത് പോകണം. എന്തായാലും അനുവാദം തന്നിട്ടാണ് അകത്തേക്ക് കയറ്റിയത്. ആ അനുവാദം കിട്ടുമോ ഇല്ലയോ എന്നുള്ള നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അനുവാദം കിട്ടിയാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അനുവാദം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കാണുമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.